അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിന് തന്നെയും ശാപമായ ഒരു സാമ്രാജ്യത്വ ശക്തിയാണ് എന്ന ഒഫീഷ്യൽ പൊസിഷനുള്ള രാജ്യമാണ് സത്യത്തിൽ ഇറാൻ എന്ന് പറയുന്നത് ഒരു ടെറർ സ്പോൺസേഡ് കൺട്രിയാണ്. ആ കൺട്രി ലോകത്തിനും റീജിയനും ആകമാനം അപകടമാണെന്നുള്ളതാണ് അമേരിക്കയുടെ നയം. രണ്ട് സർക്കാരുകളുടെ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ പ്രഖ്യാപിത നയം ഇതാണ്. അല്ലാതെ സാധാരണ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു വഴക്കിൻ്റെ പ്രശ്നമല്ലോ ഇത്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇപ്പോൾ 1979 ഇസ്ലാം വിപ്ലവം വരുന്നു. അതിനുശേഷം ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധം 8 വർഷം നീണ്ടു നിൽക്കുന്നു. ആ യുദ്ധത്തെ കംപ്ലീറ്റ് ആയിട്ട് അമേരിക്ക സ്പോൺസർ ചെയ്യുന്നു. ആ യുദ്ധത്തിൻ്റെ അവസാനം ഒരു UN സെക്യൂരിറ്റി കൗൺസിൽ മുന്നോട്ട് വെച്ച ഒരു പ്രമേയത്തിന്മേൽ ആ യുദ്ധം അവസാനിപ്പിക്കാൻ അന്നത്തെ ഇറാനിയൻ ആത്മീയ നേതാവ് നിർബന്ധിതനാവുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വിഷം കുടിക്കുന്നതിനേക്കാൾ ഭേദം നമ്മൾ ഈ കരാർ അംഗീകരിക്കുകയാണെന്ന്. ആ കരാറിനകത്ത് അമേരിക്കയുടെ താല്പര്യം സവിശേഷമായി ഉണ്ടായിരുന്നു. ആ കരാർ അംഗീകരിക്കാനുള്ള സമ്മർദ്ദത്തിലേക്ക് ഇറാനെ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹീനമായ ആക്രമണങ്ങൾ പോലും അമേരിക്ക നടത്തിയിട്ടുണ്ട്. അമേരിക്ക ഒരു ഇറാനിയൻ യാത്രാ വിമാനം ആക്രമിച്ച് 290 പേരെയാണ് കൊന്നത്. അതിൽ 66 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു യുദ്ധകാലത്ത് ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലത്ത് എന്താണ്, ഞങ്ങളൊരു യുദ്ധവിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചു എന്ന പേരിൽ ഒരു 290 പേര് യാത്ര ചെയ്ത ഒരു യാത്രാവിമാനം ആക്രമിച്ച് 66 കുട്ടികളടക്കം 290 പേരെയും കൊന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ ആഘാതങ്ങളൊന്ന് അതായിരുന്നു. അമേരിക്ക എന്ന രാജ്യത്തെ നമുക്ക് ഒരു കാലത്തും വിശ്വസിക്കാൻ കഴിയില്ല. ആ രാജ്യവുമായിട്ടുള്ള ഒരു ശുഭകരമായ ബന്ധവും സാധ്യമല്ല എന്നതിലാണ്. ആ കരാർ അവർ ഒപ്പിട്ട് യുദ്ധം അവസാനിപ്പിച്ചെങ്കിലും അമേരിക്കയുള്ള അവിശ്വാസം അന്ന് ഇറാനകത്തുണ്ട്. ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ദീർഘകാല സ്വഭാവമുള്ള കരാറുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നിടത്താണ് എനിക്ക് തോന്നുന്നത് ഈ ഭയങ്കരമായ സങ്കീർണതയിനകത്ത് കിടക്കുന്നത്. അത് വർക്കാവത്തില്ല. കാരണം അവർ ഓരോ ഇഷ്യൂവിനെയും അവർ സമീപിക്കുന്ന ആ ട്രസ്റ്റ് ഇഷ്യൂ മനസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം ഒരു കാലത്തും അംഗീകരിക്കില്ല. നിങ്ങളുടെ ബാലിസ്റ്റിക് കേപ്പബിലിറ്റീസ് മൊത്തം ഇല്ലാതാക്കണം. നിങ്ങളുടെ രാജ്യം എന്ന് പറയുന്ന പരിപാടി തന്നെ അവസാനിപ്പിച്ചോളൂ. ഞങ്ങളെ തീർക്കാനാണ് വന്ന് നിൽക്കുന്ന ട്രംപ് ഈ പേപ്പറുമായിട്ട് എന്ന മൂഡിലാണല്ലോ അവരുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടുത്തെ ഹാർഡ് ലൈനേഴ്സ് പ്രത്യേകമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല.